ആവശ്യങ്ങൾ ഇവയെ പ്രതിഫലിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സോൾമേറ്റിന് ഒരേ സമയം കാന്തികതയും ഒരേ സമയം വേദനയും അനുഭവപ്പെടുന്നത്. സൂക്ഷിച്ചു നോക്കിക്കോ. ഒരേ സമയം നിങ്ങൾക്ക് അവരെ ഇഷ്ടമായിരിക്കും, അതോടൊപ്പം തന്നെ അവരെന്നെ വേദനിപ്പിക്കുവാണല്ലോ, വേദനയുമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചിലപ്പോൾ അടുത്ത കൂട്ടുകാരനായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങളെല്ലാവരും പറയുന്നതും മാത്രം വച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യില്ലേ. നാച്ചുറൽ ആയിട്ടുള്ള അത് നിങ്ങൾ ഉണർത്താൻ വന്നതാണ് അവർ നിങ്ങൾക്ക് വേദന നൽകും. നാച്ചുറൽ ഇന്റലിജൻസ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. നാച്ചുറൽ ഇന്റലിജൻസ് കൊണ്ട് ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സത്യം വെളിപ്പെടും. നിങ്ങൾ ശക്തമായി നിങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഉപേക്ഷിക്കപ്പെടുമെന്ന മുറിവ് സംസാരിക്കുകയാണ് അവിടെ. ഇല്ല, ഉപേക്ഷിക്കപ്പെടില്ല, എനിക്കൊരു രക്ഷിതാവുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ഒരാളല്ല. നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മുറിവ് പ്രതികരിക്കുകയാണ്. നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മുറിവ് പ്രതികരിക്കുകയാണ്. നിങ്ങൾ പിൻവാങ്ങുമ്പോൾ സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ അർഹനല്ല എന്ന ഭയം നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. അവരൊക്കെ ആരും നിങ്ങൾക്ക് മുറിവ് സൃഷ്ടിക്കുന്നില്ല. നിങ്ങളെ വിമർശിക്കുന്നവർ പോലും നിങ്ങൾക്ക് മുറിവല്ല സൃഷ്ടിക്കുന്നത്. അവർ അത് പ്രതിഫലിപ്പിക്കുകയാണ്. നിന്റെ ഉള്ളിൽ എന്തോ സത്യമുണ്ട്, അതുകൊണ്ടാണ് അവർ നിന്നെ വിമർശിക്കുന്നത്. മറ്റുള്ളവർ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ സുഖപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. അതും നാച്ചുറലായിട്ടാണ് ഉണ്ടാവേണ്ടത്. നാച്ചുറലായി. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ സുഖപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നാച്ചുറലായിട്ടാണ്. അവരത് പ്രതിഫലിപ്പിക്കുകയാണ്. ഈ ആത്മമിത്രങ്ങൾ അല്ലെങ്കിൽ ഈ സോൾ എന്ന് പറയുന്നത് ഒരു പാറ്റേണായി ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പാറ്റേണായി നിങ്ങളിലേക്ക് ഈ ഒരു വിഷമം, ഒരാൾ മാറി അടുത്തൊരാൾ, ഒരാൾ മാറി അടുത്തൊരാൾ, ആത്മമിത്രങ്ങൾ, അതൊരു പാറ്റേണായി നിങ്ങളിലേക്ക് ഈ വിഷമം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരേ തരത്തിലുള്ള വ്യക്തിയെ ആകസ്മികമായി ആകർഷിക്കുന്നതല്ല. നിങ്ങൾ നിങ്ങൾ ചോദിക്കുക, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത്? ശരി, ഞാൻ ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ. ആകസ്മികമായി വരുന്നതല്ല. നിങ്ങൾ യഥാർത്ഥമായ ഒരു പാഠം, യഥാർത്ഥമായ ഒരു സത്യം പഠിക്കുന്നത് വരെ നിങ്ങൾ അവരെ ആകർഷിച്ചു കൊണ്ടിരിക്കും. യഥാർത്ഥമായ ഒരു സത്യം നിങ്ങൾ അറിയുന്നത് വരെ നിങ്ങൾ അവരെ എങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. ഒരേ വഴക്കുകൾ, ഒരേ വേദന, വ്യത്യസ്ത മുഖങ്ങളെ നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കും. അതുവരെ ഇതെല്ലാം ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. അവബോധത്തെ പൂട്ടിയിരിക്കുന്ന ആ ചക്രം തകർക്കുന്നതുവരെ ആത്മാവ് ബന്ധങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കും. പാഠം പഠിക്കുമ്പോൾ ആ പാറ്റേൺ അലിഞ്ഞ് ഇല്ലാതായി പോകും. അവബോധം എന്ന പാഠത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ആ പാറ്റേൺ അലിഞ്ഞില്ലാതായി. അതാണിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ശാന്തത, സമാധാനം. അതാണ് നിങ്ങൾക്ക് തുടർച്ചയായി ശാന്തതയും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നത്, ഒരു തേർഡ് പാർട്ടി സപ്പോർട്ട് ഇല്ലാതെ.
നിങ്ങൾ അവബോധത്തിന്റെ മാർഗത്തിലേട്ട്, പാതയിലേട്ട് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെയാണ് നിങ്ങൾ കുറ്റവും കുറ്റബോധത്തിൽ നിന്നും പുറത്തു കടക്കേണ്ടത്. കുറ്റവും കുറ്റബോധവും, ചെയ്ത കുറ്റവും കുറ്റബോധവും അത് നിങ്ങളുടെ കണ്ണാടിയെ വൃത്തികേടാക്കുകയാണ്. കുറ്റത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും അവബോധത്തിലേട്ടാണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ ചെയ്ത തെറ്റുകളോടുള്ള കുറ്റം, നിങ്ങളോട് ചെയ്ത തെറ്റുകളോടുള്ള കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു വിഷമം. ആ കുറ്റബോധവും കുറ്റവും കണ്ണാടിയെ എപ്പോഴും വൃത്തികേടാക്കി നിർത്തും. അവബോധം അതിനെ വൃത്തിയാക്കുകയാണ്. അവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം എന്നിൽ എന്തുണർവാണ് ഇവർ നൽകുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങും. ഇപ്പോ ഒരാള് കോമൺ ആയിട്ട് ഇതിൽ നിന്നും കുറെ വിമർശനം ഉയർന്നു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവം കേൾക്കാൻ അവർ പ്രാപ്തരായിട്ടില്ല. അതുകൊണ്ട്